മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നതിൽ ഒരു തർക്കവുമില്ല. മദ്യപാനികളെ കുറിച്ച് പൊതുവെ ആരും നല്ലത് പറയാറുമില്ല. മദ്യപാനത്തിൽ സുരക്ഷിതമായ അളവ് എന്നൊന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു തുള്ളി കുടിച്ചും ഒരു കുപ്പി കുടിച്ചും പൂസാകുന്നവരുണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ കാര്യമാണല്ലേ. എത്ര കുടിച്ചാലും പൂസാകാത്ത ഒരാളെ പരിചയപ്പെടാം. പെൻടൈൽ ട്രിഷ്രു. പേര് കേട്ട് ഞെട്ടണ്ട. മൃഗലോകത്തെ മദ്യപരിൽ ശ്രദ്ധേയനാണ് ഈ വിരുദ്ധൻ. വർഷത്തിൽ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ഈ ജീവി മലേഷ്യയിലാണ് കാണപ്പെടുന്നത്. ചെറിയ എലികളുടെ രൂപമാണ് പെൻടൈൽ ട്രിഷ്രുവിന്. ബർത്താം പാമ്പ് എന്ന പനയുടെ തേനാണ് കക്ഷിയുടെ ഭക്ഷണം. 3.8% ആൽക്കഹോൾ ഉള്ളതാണ് ഈ തേൻ. ചുരുക്കി പറഞ്ഞാൽ പല രാജ്യങ്ങളിലും അനുവദനീയമായിട്ടുള്ള മദ്യ ഉപയോഗ തോതിനെ കടത്തിവെട്ടുന്ന നിലയിലാണ് പെൻടൈൽ ട്രിഷ്രുവിന്റെ മദ്യപാനം. എന്നാൽ ഇത്തരത്തിൽ വലിയ തോതിൽ മദ്യാംശം അകത്തു ചെന്നാലും ഈ ജീവികൾ ലഹരിക്ക് അടിപ്പെടില്ല എന്നതാണ് പ്രധാനം. മദ്യം ശരീരത്തെ ബാധിക്കാത്ത വിധം ഒരു പ്രതിരോധ സംവിധാനം ഈ ജീവികളിൽ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതെന്താണെന്ന് കണ്ടെത്തിയാൽ അതൊരു പക്ഷേ മനുഷ്യരിലെ അമിത മദ്യാസക്തിയുടെ ചികിത്സയിൽ പ്രയോജനപ്പെട്ടേക്കും. പെൻടൈൽ ട്രിഷ്രു മാത്രമല്ല കേട്ടോ മൃഗലോകത്തെ മദ്യപാനികൾ. ചിമ്പാൻസികൾ ആഫ്രിക്കയിൽ റാഫിയ എന്ന ഇനം പനകളിൽ നിന്ന് കള്ളു ചെത്താറുണ്ട്. മനുഷ്യർ പനകളിൽ സ്ഥാപിച്ച കള്ളുകുടങ്ങളിൽ നിന്ന് ഇല ഉപയോഗിച്ച് ചിമ്പാൻസികൾ കള്ളു കോരിക്കുടിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കൻ ആനകളും മത്തുപിടിപ്പിക്കുന്ന തരത്തിൽ മദ്യാംശമുള്ള പഴങ്ങൾ കഴിക്കാറുണ്ട്. ചിലയിനം പക്ഷികളും വവ്വാലുകളുമൊക്കെ മദ്യാംശമുള്ള തേൻ കുടിക്കാറുണ്ടെങ്കിലും ഇതൊക്കെ വല്ലപ്പോഴുമുള്ള ഒക്കേഷണൽ ഡ്രിങ്കിങ് മാത്രമാണ്. ഇന്ത്യയിലെ മഹുവ പുഷ്പങ്ങൾക്കും ലഹരിയുണ്ട്. ആന, കരടി തുടങ്ങി പല ജീവികളും അവ കഴിച്ച ഫിറ്റാവാറുമുണ്ട്.